സാറേ കാല് വീഴണം. അത്രയ്ക്ക് വലിയ ലെജൻഡാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ മലയാളികളെങ്കിലും കൈയടിക്കൂ പ്ലീസ്. താങ്ക് യു സർ. സൗബിൻ 2 വാക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര വലിയ സന്തോഷമുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ റഹ്മാൻ സാറിൻ്റെ റഹ്മാനിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഈ അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതുകൂടാണ്ട് എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഇവിടെ വന്നിട്ട് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവാർഡ് അല്ലെങ്കിൽ കോമഡി അവാർഡ് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ അവാർഡ് മേടിക്കാൻ വേണ്ടി ഇവിടം വരെ എത്താമെന്ന് പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് റഹ്മാനൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് കൊണ്ടും. അത്ര ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാനായിട്ട്. ആക്ച്വലി ഒരു കാര്യമുണ്ട് കേട്ടോ. ഇങ്ങോട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുതിയ തരികട പരിപാടിയായിട്ട് വരുന്നുണ്ട്. ആണോ? എനിക്ക് മനസ്സിലായി. എല്ലാവരും പുറത്താക്കിയിട്ട് എന്നെ മാത്രം നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. ഇതെന്താണെന്നറിയോ പ്രേക്ഷകരെ? ഇതാണ് ലവ് മീറ്റർ. നമുക്ക് തോന്നും കോമഡി റോൾ ചെയ്യുന്നവർക്ക് പ്രണയിക്കാൻ പറ്റില്ല എന്ന്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. പ്രണയിക്കാൻ പറ്റും. സബിന് എന്നോടുള്ള പ്രണയത്തിന്റെ ആ ഒരു മെഷർമെന്റ് ആണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവാർഡ് എനിക്ക് തന്നു. അത് വേണമെന്നില്ല, എല്ലാവരും പറയില്ല. ഇല്ല, ഒന്ന് ഇങ്ങനെ പിടിക്കൂ. ഇല്ല, പിടിക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് കാരണം ഇതിങ്ങനെ പൊങ്ങി വരും. ഓക്കെ. അയ്യോ, ഭയങ്കര പ്രണയമുണ്ട്. എന്നെ ഇത്രയും പ്രണയിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. വെറുതെ തോന്നിയതല്ല, ഒരിക്കലില്ല. വെറുതെ തോന്നിയല്ല. ഞാൻ വേണേൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് താഴ്പെടേ. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നിയതല്ലേ, സത്യമാണ്. അപ്പം എനിക്ക് ഒരാളുടെ അടുത്തും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നല്ല കാണാൻ കൊള്ളാവുന്ന ചുള്ളൻ ചെക്കന്മാരുണ്ട്. ആരാണ് അവരൊക്കെ? ഡെയിലി നമ്മൾ കാണുന്നതാണ്. ഐ ആം ഫ്രം കേരള. അപ്പം ഐ ഓൾവേസ് ഹാവ് ആക്സസ് ടു കേരള ബോയ്സ്. അപ്പം ഇനി ഈ സൈഡിൽ ആക്ച്വലി കൊട്ടാരക്കര സർ, രവി സർ, പ്ലീസ് സർ. എനിക്ക് ആദ്യം ഈ രവി, പിന്നെ ആ രവി, എല്ലാ രവി. ഓക്കെ, യെസ് സർ. ബിക്കോസ് പ്രണയത്തിന് ഏജ് ഇല്ല, യുനോ. പ്രണയം ഏത് പ്രായത്തിലും യു ക്യാൻ ഫോൾ ഇൻ ലവ്. സോ ഇതിന് കള്ളത്തരമില്ല. ഇഫ് യു ലവ് മീ ഇറ്റ് വിൽ കം അപ്പ്. ഇഫ് യു ഡോണ്ട് ഇറ്റ് വിൽ പ്രോബ്ലി ഗോ ഡൗൺ. സർ ഇറുക്കി പിടിച്ചോളൂ, ഒന്നും ആലോചിക്കണ്ട, പ്രാർത്ഥിച്ചിട്ട്. ശിവനെ. Did you see this? ഇതെന്താ ഇത്? പുകയൊക്കെ വരുന്നു. ഞാൻ ഇവളോ പാക്കവേ ഇല്ലേ, ഭയന്ന് പോയിട്ടെ. പ്ലീസ് அந்த ஏரியாவுக்கே போக மாட்டேன். சென்னை செந்தமிழ் மறந்தேன் உன்னாலே இது கொடுக்கறதுக்கு முன்னாடி ஒரு ஷேக் ஹேண்ட் கொடுக்கறதுக்கு முன்னாடி ஒரு கை கொடுக்கலாமா? அக்கா மம்மி ஒன்ஸ் ஹக் பண்ணிருக்காமா? வைஃப் இருக்கா? மன்னிச்சிடுங்கோ. பிரதர்லி ஹக் நான் கொடுக்குறேன். பிரதர் யூ ஆர் மை பிரதர். அண்ணா, அண்ணனுக்கு எப்படி? சாரி அண்ணா, நீங்க போய் உட்காரலாம். தேங்க்யூ அண்ணா. சாக்கோச்சனுக்கு அவங்களுடைய வைஃப் கிட்ட பிரணயம் இருக்குதா? அது செக் பண்ணலாம். ஏனா அண்ணா ஐயோ തിളക്കിത് സുമ്മാ അതിർന്ന് ഓവർഫ്ലോ ആവത്. അപ്പൊ എന്തായാലും ഈ ലവ് മീറ്റർ ഹിറ്റ് ആണ്. എല്ലാവരും നല്ലൊരു കൈയടി. സാറേ കാല് വീഴണം. അത്രയ്ക്ക് വലിയ ലെജൻഡാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ മലയാളികളെങ്കിലും കൈയടിക്കൂ പ്ലീസ്. താങ്ക് യു സർ. സൗബിൻ 2 വാക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര വലിയ സന്തോഷമുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ റഹ്മാൻ സാറിൻ്റെ റഹ്മാനിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഈ അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതുകൂടാണ്ട് എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഇവിടെ വന്നിട്ട് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവാർഡ് അല്ലെങ്കിൽ കോമഡി അവാർഡ് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ അവാർഡ് മേടിക്കാൻ വേണ്ടി ഇവിടം വരെ എത്താമെന്ന് പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് റഹ്മാനൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് കൊണ്ടും. അത്ര ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാനായിട്ട്.
ആക്ച്വലി ഒരു കാര്യമുണ്ട് കേട്ടോ. വാ വാ ഇങ്ങോട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേളി പുതിയ തരിയുടെ പരിപാടിയായിട്ട് വരുന്നുണ്ട്. ഇതുണ്ട്. ആണോ? എനിക്ക് മനസ്സിലായി. എല്ലാവരും പുറത്താക്കിയിട്ട് എന്നെ മാത്രം നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. ഇതെന്താണെന്നറിയോ പ്രേക്ഷകരെ? ഇതാണ് ലവ് മീറ്റർ. നമുക്ക് തോന്നും കോമഡി റോൾ ചെയ്യുന്നവർക്ക് പ്രണയിക്കാൻ പറ്റില്ല എന്ന്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. പ്രണയിക്കാൻ പറ്റും. സബിന് എന്നോടുള്ള പ്രണയത്തിന്റെ ആ ഒരു മെഷർമെന്റ് ആണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവാർഡ് എനിക്ക് അത് തന്നു. വേണമെന്നില്ല, അല്ലാതെ പറയലില്ല. ഇല്ല, ഒന്ന് ഇങ്ങനെ പിടിക്കൂ. ഇല്ല, നീ ഇതിങ്ങനെ പിടിക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് കാരണം ഇതിങ്ങനെ പൊങ്ങി വരും. ഓക്കെ. അയ്യോ, ഭയങ്കര പ്രണയമുണ്ട്. എന്നെ ഇത്രയും പ്രണയിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. വേറെ തോന്നിയതെല്ലാം ഒരിക്കലില്ല. വെറുതെ തോന്നിയല്ല, ഞാൻ വേണേ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് താഴ്പെടേ, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നിയതല്ലേ, സത്യമായിട്ട് സത്യമാണ്. അപ്പം എനിക്ക് ഒരാളുടെ അടുത്തും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നല്ല കാണാൻ കൊള്ളാവുന്ന ചുള്ളൻ ചെക്കന്മാരുണ്ട്. ആരാണ് അവരൊക്കെ ഡെയിലി നമ്മൾ കാണുന്നതാണ്. ഐ എം ഫ്രം കേരള. അപ്പം ഐ ഓൾവേസ് ഹാവ് ആക്സസ് ടു കേരള ബോയ്സ്. അപ്പം ഇനി ഈ സൈഡിൽ ആക്ച്വലി കൊട്ടാരക്കര സർ, രവി സർ, പ്ലീസ് സർ. എനിക്ക് ആദ്യം ഈ രവി, പിന്നെ ആ രവി, എല്ലാ രവി. ഓക്കെ, യെസ് സർ. ബിക്കോസ് പ്രണയത്തിന് ഏജ് ഇല്ല, യുനോ. പ്രണയം ഏത് പ്രായത്തിലും യു ക്യാൻ ഫോൾ ഇൻ ലവ്. സോ ഇതിന് കള്ളത്തരമില്ല. ഇഫ് യു ലവ് മീ ഇറ്റ് വിൽ കം അപ്പ്. ഇഫ് യു ഡോണ്ട് ഇറ്റ് വിൽ പ്രോബ്ലി ഗോ ഡൗൺ. സർ ഇറുക്കി പിടിച്ചോളൂ, ഒന്നും ആലോചിക്കണ്ട, പ്രാർത്ഥിച്ചിട്ട്. ശിവനെ. Did you see this? ഇതെന്താ ഇത്? പുകയൊക്കെ വരുന്നു. ഞാൻ ഇവളോ പാക്കവേ ഇല്ലേ, ഭയന്ന് പോയിട്ടെ. പ്ലീസ് அந்த ஏரியாவுக்கே போக மாட்டேன். சென்னை செந்தமிழ் மறந்தேன் உன்னாலே இது கொடுக்கறதுக்கு முன்னாடி ஒரு ஷேக் ஹேண்ட் கொடுக்கறதுக்கு முன்னாடி ஒரு கை கொடுக்கலாமா? அக்கா மம்மி ஒன்ஸ் ஹக் பண்ணிக்கலாமா? வைஃப் இருக்கா? மன்னிச்சிடுங்கோ. பிரதர்லி ஹக் நான் கொடுக்குறேன். பிரதர் யூ ஆர் மை பிரதர். அண்ணா, அண்ணனுக்கு எப்படி? சாரி அண்ணா, நீங்கள் போய் உட்காரலாம். தேங்க்யூ அண்ணா. சாக்கோச்சனுக்கு அவங்களுடைய வைஃப் கிட்ட பிரணயம் இருக்குதா? அது செக் பண்ணலாம். ஏனா அண்ணா, ஐயோ തിളക്കിത്, சும்மா அதிர்ந்து ஓவர்ஃப்ளோ ஆகுது. அப்ப എന്തായാലും ഈ ലവ് മീറ്റർ ഹിറ്റ് ആണ്. എല്ലാവരും നല്ലൊരു